സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന് ആശ്വാസം. കേസിൽ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി. വിധി സന്തോഷകരമെന്ന് റഹീം നിയമസഹായ സമിതി. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിനാണ് ഇപ്പോൾ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. വിധി സന്തോഷകരമാണെന്നാണ് റഹീം നിയമസഹായ സമിതി പറയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണിമ, നമ്മൾ ഓരോ മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാർത്തയാണ് അബ്ദുൾ റഹീമിന്റെ മോചനം എന്ന് പറയുന്നത്. നമുക്കറിയാം, മലയാളികൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 34 കോടി രൂപ സമാഹരിച്ച് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ദിയാദനം നൽകിയ ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഏറെ സന്തോഷത്തോടുകൂടി കണ്ടതാണ്. അതേ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 2-ന് അബ്ദുൾ റഹീമിനെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുകയും പിന്നീട് അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ നടപടികൾ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ കീഴ്ക്കോടതി, അതായത് സൗദി റിയാദിലെ ക്രിമിനൽ കോടതി ഈ റഹീമിന്റെ ശിക്ഷ കാലയളവ് 20 വർഷം തടവ് ശിക്ഷ എന്ന രീതിയിലേക്ക് ആ ശിക്ഷ പരിമിതപ്പെടുത്തിയിരുന്നു. നിലവിൽ 19 വർഷം റഹീം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. 19.5 വർഷം ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയൊരു ഏതാനും ഈ 20 വർഷം പൂർത്തീകരിക്കുമ്പോൾ റഹീമിന് ജയിൽ മോചിതനാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടെയാണ് സൗദിയിലെ പ്രോസിക്യൂഷൻ ഈ അപ്പീൽ കോടതി വിധിക്കെതിരെ സൗദി സുപ്രീം കോടതിയെ അപ്പീലുമായി സമീപിക്കുന്നത്. ആ അപ്പീലാണ് ഇപ്പോൾ സൗദി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. റിയാദിലെ ക്രിമിനൽ കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ടാണ്. അതായത് റഹീമിനെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ച വിധിയും ഒപ്പം തന്നെ 20 വർഷം ശിക്ഷ പൂർത്തീകരിച്ചാൽ റഹീമിനെ ജയിൽ മോചിതനാകാം എന്നുള്ള ആ ഒരു വിധിയും ശരിവെച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. റഹീമിനെ സംബന്ധിച്ച്, റഹീമിന്റെ കുടുംബത്തെ സംബന്ധിച്ച് റിയാദിന്റെ ക്രിമിനൽ കോടതി ജൂലൈ 9-ന്, അതായത് റിയാദിലെ ക്രിമിനൽ കോടതി മെയ് 26-നാണ് 20 വർഷത്തെ ശിക്ഷ വെച്ച് ഒരു വിധി പുറപ്പെടുവിച്ചത്. അത് പിന്നീട് ഈ പ്രോസിക്യൂഷൻ റിയാദിലെ അപ്പീൽ കോടതിയെ സമീപിച്ചു. അങ്ങനെ ജൂലൈ 9-ന് അപ്പീൽ കോടതിയും ഇത് ശരിവെച്ചിരുന്നു. ഇപ്പോഴിതാ സുപ്രീം കോടതിയും ഇത് ശരിവെച്ചിരിക്കുന്നു. പ്രോസിക്യൂഷന്റെ അപ്പീലിനെതിരെ അബ്ദുൾ റഹീമിന്റെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. അങ്ങനെ കേസിന്റെ നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കാൻ അപ്പീൽ കോടതിയിലും സുപ്രീം കോടതിയിലുമായി അബ്ദുൾ റഹീമിന്റെ അഭിഭാഷകരായ അഡ്വക്കേറ്റ് റനയും അബു ഫൈസലും അബ്ദുൾ റഹീമിന്റെ പവർ ഓഫ് അറ്റോർണി ആയിട്ടുള്ള സിദ്ദീഖ് തോവൂരുമാണ് രംഗത്തുണ്ടായിരുന്നത്. ഈ സുപ്രീം കോടതിയുടെ വിധി, സൗദി സുപ്രീം കോടതിയുടെ വിധി ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി ചെയർമാൻ CP മുസ്തഫയും ജനറൽ കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചിറയും ട്രഷറർ സെബിനും യൂസഫ് കാക്കഞ്ചേരി അടക്കമുള്ളവർ വ്യക്തമാക്കുകയാണ്. റഹീമിന്റെ കുടുംബത്തെ സംബന്ധിച്ചും ഇത് ഏറെ ആശ്വാസകരമായൊരു വിധിയാണ്. കാരണം പ്രോസിക്യൂഷന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ റഹീമിന് പിന്നെയും മോചന സാധ്യത നീളുമായിരുന്നു. പക്ഷേ 20 വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കുന്ന കാലയളവിൽ തന്നെ ഇനി ഏകദേശം 1 വർഷത്തിൽ താഴെ മാത്രമാണുള്ളത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ റഹീമിന് ജയിൽ മോചിതനായി കേരളത്തിലേക്ക് കഴിഞ്ഞ 19 വർഷമായി മകനെ കാത്തിരിക്കുന്ന ആ ഒരു ഉമ്മയുടെ മുൻപിലേക്ക് വരാൻ റഹീമിന് സാധിക്കുമെന്നുള്ളതാണ്. ആ ഒരു സന്തോഷകരമായ വിവരമാണ് നമ്മളും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. അരുണിമ, ശരി. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിലാണ് കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. 20 വർഷത്തെ ശിക്ഷാ കാലാവധി മതിയെന്ന് തന്നെയാണ് കോടതിയുടെയും തീരുമാനം. വിധി സന്തോഷകരമാണെന്നാണ് റഹീമിന്റെ കുടുംബവും പറയുന്നത്. വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.